അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നെ ഒരുപാട് ആൾക്കാർ വർക്ക്ഷോപ്പിൽ വന്നിട്ട് വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയാൽ, അതായത് നമ്മൾ വണ്ടി പാർക്കിൽ ഇട്ടിട്ട് പോയിട്ട് വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി പോയി വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇഗ്നീഷൻ ഓൺ ആക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ വണ്ടി ഉന്തി മാറ്റിയിടാം. ചിലർ നമ്മുടെ കാർ പോർച്ചിലും അല്ലെങ്കിൽ വേറൊരു വണ്ടിയുടെ ബാക്ക് സൈഡിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ബാറ്ററി ഡൗൺ ആയിട്ടൊക്കെ നമ്മളെ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ച് ഞങ്ങൾ പോയി അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ അതെങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ നിന്നൊരാൾ വരാതെ അതെങ്ങനെ മാറ്റാമെന്നുള്ളത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ അത് മാറ്റാമെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നിലവിൽ ഇത് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഓട്ടോമാറ്റിക് വാഹനം വന്നതുകൊണ്ടും ഈ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമുക്ക് നോക്കാം. തൽക്കാലം നമ്മൾ ഇത് വണ്ടി ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്ത് ചാവി ഞാൻ ഊരിയെടുത്തു ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ചാവി ഇല്ലാതെ, എല്ലാവർക്കും അറിയാം, ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയാം, ബാറ്ററി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഗിയറിൻ്റെ ഇത് ലോക്കായിരിക്കും, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കമ്പനി ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രശ്നം എന്തായാലും വരുമെന്നുള്ളത് കമ്പനിക്കും അറിയാമല്ലോ. അപ്പം അതിനായിട്ട് നമുക്കിവിടെ ഷിഫ്റ്റ് ലോക്ക് എന്ന് പറഞ്ഞൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഷിഫ്റ്റ് ലോക്ക് റിലീസ് ചെയ്യുന്ന സ്വിച്ചാണിത്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. ഈ സ്വിച്ച് ഇങ്ങനെ പലരും കണ്ടിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് ഒന്നുമില്ല, ഈ സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഗിയറിൻ്റെ ലോക്കിൽ അമർത്തി നേരെ ബാക്കിലോട്ടാക്കി കഴിഞ്ഞാൽ ഗിയർ സ്മൂത്തായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ തിരിച്ച് ഇത് ഏത് ഗിയറിൽ കിടക്കുകയാണെങ്കിലും നമുക്കിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിത് ഉപകാരപ്രദമാകും.